അല്ല, നമുക്കറിയാം മോശയുടെ കീഴിൽ ഒരു കൂട്ടം ഹാലലിയ ജനം അക്കരെ കടക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ചില ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു, ചില വേദനകൾ ഉണ്ടായിരുന്നു. പക്ഷെ വചനം പറയാണ്, ദൈവം ഹാലലിയ സ്വർഗത്തിലെ ദൈവം ആ ജനത്തിന്റെ കഷ്ടത കണ്ട്, നിലവിളി കണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും ഞാൻ പറയാം, നീ അനുഭവിക്കുന്ന ഞെരുക്കത്തെ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കണ്ട്, നിന്റെ നിലവിളി കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തെയല്ല, ആ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെ ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രതീക്ഷിക്കണം, ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ജനത്തിന്റെ പ്രത്യേകത, അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ അധ്വാനിക്കുന്ന നിലവാരത്തിൽ ഒത്തവണ്ണമായ നന്മ അവരുടെ കയ്യിലിരുന്നില്ല, അനുഗ്രഹങ്ങൾ അവരുടെ കയ്യിലിരുന്നില്ല. അവർക്ക് വരേണ്ട നന്മകളെ ഫറവോന്യ ശക്തികൾ തടഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് വചനം പറയാണ്, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. പലരും ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരോടും ഞാൻ പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നിന്റെ തകർച്ചകളെയും നിന്റെ കഷ്ടപ്പാടുകളെയും കാണുന്ന ദൈവമാണ്. അവിടെ വചനം പറയണേ, അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. ആ സങ്കടങ്ങൾ അറിയുന്ന ദൈവം പിന്നെ ഒരു നിമിഷം അവിടെ ഇരുന്നില്ല. സ്വർഗത്തിലെ ദൈവം താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നിരിക്കുക. എന്തിനു വേണ്ടിയാ? ഞെരുക്കത്തെ മാറ്റുവാൻ, സങ്കടത്തെ മാറ്റുവാൻ, അവർക്കൊരു വിശാലത കൊടുക്കുവാൻ. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചേ. എവിടെയൊക്കെയോ പൈശാചികമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ഞെരുക്കത്തിന്റെ ആത്മാവിനെ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുക. ഉറബല ഹദറകൾ ഖനഗസിയ. പിശാച് ഇന്ന് പകൽക്കാലത്തിന്റെ കുടുംബം വിട്ട് മാറാൻ പോവുകയാ. ഉടബല റമാന റംദിയ മനാദരകൾ കസിയ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെയാണ് ദൈവപുത്രൻ ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം പീഡിപ്പിക്കപ്പെട്ടവരെ, വഞ്ചിപ്പിക്കപ്പെട്ടവരെ, തകർക്കപ്പെട്ടവരെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് യേശു ഇറങ്ങി വന്നത് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ്. ഉടബല റമാന റഗലക്കസിയ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ, ചില കെട്ടുകളെ പൊട്ടിച്ചു കളയുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരികയാണ്. വിശ്വാസമുള്ളവർ കരങ്ങടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഉടബലവറകനകസിയ. ആത്മാവിൽ ഒന്ന് ചലിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ഒന്ന് ചലിച്ച് പ്രാർത്ഥിച്ച്. ഇന്ന് പകൽക്കാലം ചില ഞെരുക്കത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തോട് പോരടിക്കുന്ന ചില ഞെരുക്കത്തിന്റെ ആത്മാവിനെ ദൈവം തകർത്ത് കളയുകയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ജനത്തിന്റെ കഷ്ടത കണ്ട്, ജനത്തിന്റെ വേദന കണ്ട് കർത്താവായ യേശു അവിടെ ഇറങ്ങി വന്നിട്ട് പറയുന്ന വാക്കിങ്ങനെയാണ്, നല്ലതും വിശാലവുമായ ദേശത്തേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ്യ. ഒന്ന് പറയുകയാണ്, അവരെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. ആമേൻ. അപ്പൊ ഒരു വലിയ സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ഒരു വലിയ രക്ഷ വേണമെങ്കിൽ നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. ചില മണ്ഡലങ്ങൾക്കകത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾക്കകത്ത് നിന്ന് നീ വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ ഉള്ളൂ ചില നന്മ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഷബാല റഗാൽമാന ഹദീരകൾ കസിയ. എത്ര ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിലും അവന്റെ കാലയിൽ ഒരു കയറുകൊണ്ട് കെട്ടി അവനെ ബന്ധിച്ച് അവനെ ഒരു സ്ഥലത്ത്, ഒരു കാരാഗ്രഹത്തിനകത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ മുമ്പിൽ എന്തുമാത്രം വാക്തത്വം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ഉയർച്ചയുണ്ടെന്ന് പറഞ്ഞാലും, ഈ കെട്ട് കിടക്കുന്നോടെ നാള് അവൻ അത് പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, ചില വാക്തത്വങ്ങൾ മുമ്പിലുണ്ട്, പിതാക്കന്മാർ കേട്ട ചില വാക്തത്വങ്ങളുണ്ട്, പക്ഷെ തലമുറ അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ചില കെട്ടുകൾ എവിടെയോ വീണ് കിടക്കുകയാ, അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ, ചില വാക്തത്വങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കാലുകളെ ബന്ധിച്ചു കളഞ്ഞ ചില ബന്ധനങ്ങളെ ഈ പകൽ സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റുന്ന പകലാണ്. ഉടബല റമന ഹർത്താമനഗദരഹസ്യ. അവരെ വിടുവിപ്പാൻ നല്ലതും വിശാലവുമായ ദേശത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ആത്മാവിൽ അന്യഭാഷ ഉള്ളവർ അന്യഭാഷ പറഞ്ഞ് അല്പം നേരം കൈകടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുക: ചില നന്മകൾ മുമ്പിലുണ്ട്, ചില യാത്രകൾ മുമ്പിലുണ്ട്, ചില വിദേശ നന്മകൾ മുൻപിലുണ്ട്. പക്ഷെ അതൊന്നും കയറാൻ കഴിയാതെ നിന്റെ കാലുകളെ കെട്ടി, നിന്റെ നന്മകളെ കെട്ടി ചില വിസകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന വിസ പ്രോബ്ലങ്ങൾ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി, ചില യാത്രകളുടെ കുരുക്കളെ അഴിച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ചില നന്മയും നല്ലതും വിശാലമായ ദേശത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ഈ പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ അത് സ്വീകരിച്ചാട്ടെ. ആ കരമടിക്കുമ്പോൾ ബന്ധനങ്ങൾ അത് അഴിച്ചു മാറ്റുക. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ പകലാണ്. ആരൊക്കെയോ അത് സ്വീകരിക്കുന്നുണ്ട്, ആരൊക്കെയോ അത് ഏറ്റെടുക്കുന്നുണ്ട്. സഹോദര, നിന്റെ മേലെ കെട്ടഴിയുകയാണ്. നിന്റെ മുൻപോട്ടുള്ള യാത്രകളെ തടഞ്ഞ കെട്ട് ഇന്ന് പകൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. വലിയ വാഗ്ദത്തങ്ങളുണ്ട്, വലിയ നിയോഗങ്ങളുണ്ട്, പക്ഷെ കേറിപ്പോകാൻ കഴിയുന്നില്ല, മുൻപോട്ട് പോകാനില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇവിടെ ദൈവാത്മാവ് പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റമാന ഹദീരകൾ കസിയ. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ. ആ ജനത്തിന്റെ ബുദ്ധിമുട്ടുകളെ കാണുന്ന ദൈവം, ആ ജനത്തിന്റെ കഷ്ടത കാണുന്ന ദൈവം, അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം, അവരെ വിടിവിപ്പാൻ, അവരെ വിശാലത കൊടുക്കുവാൻ അവിടെ ഇറങ്ങി വന്നു. അവരെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുപോയി ഫറവോന്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞ് ദൈവം അവരെ വലിയൊരു വിശാലതയിലേക്ക് എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം: നിന്റെ ഞെരുക്കങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്ന ദൈവം. വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ചില ഞെരുക്കങ്ങളെ തകർത്ത് കളഞ്ഞ് നിന്നെ ചില ദൈവിക പദ്ധതിക്കകത്തേക്ക് ഇന്ന് പകൽ ദൈവം കയറ്റുകയാണ്. ഞാൻ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ. കിരീത്ത് തോട്ടിൽ ഇരിക്കുന്ന ഏലിയാവ് പ്രതീക്ഷിക്കുന്നത് കാക്കയുടെ വരവാണ്. കാക്ക വന്ന് ഭക്ഷണം കൊടുക്കും. എല്ലാ ദിവസവും വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തോട്ടിലെ വെള്ളം വറ്റി. ഒരു ബുദ്ധിമുട്ട്. ഇതുവരെ വന്നുകൊണ്ടിരുന്ന നന്മകൾ എന്ത് ചെയ്തു? നിന്നു പോകുന്ന ഒരു അനുഭവം കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചുകൊണ്ടിരുന്നതാ, കഴിഞ്ഞ നാളുകളിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക. എവിടെയൊക്കെയോ ചിലതൊക്കെ ഇല്ലാതാകുന്ന അനുഭവം, ചിലതൊക്കെ കുറഞ്ഞു പോകുന്ന അനുഭവം. പക്ഷേ ഈ വചനം വിളിച്ചു പറയുന്നത് നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന ദൈവമാണ്. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുക: കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത്, നഷ്ടപ്പെട്ടു പോയത് ദൈവാത്മാവ് വീണ്ടും ചില വഴികളെ തുറക്കാൻ വേണ്ടി പോകുക. സാറാഫത്തിലേക്കുള്ള വഴി സ്വർഗം ഏലിയാവിന് വേണ്ടി തുറന്നതുപോലെ ഇന്ന് പകൽ ദൂത് പറയുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ ദൈവാത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 17-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയുണ്ട്. 9-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:9. ഒരാൾ വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയുമില്ലാതെ മരിക്കുവാൻ നിൽക്കുന്ന ഒരു ഭവനത്തിനകത്തേക്ക് ഏലിയാവിനെ ദൈവം അയക്കുക. എന്തിനാണെന്നറിയാമോ? ഏലിയാവിന്റെ ബുദ്ധിമുട്ട് മാറ്റുവാൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇവിടെ നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും, ഈ സാഹചര്യത്തിനകത്ത് എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും. ഏലിയാവിനോട് ചോദിക്കാം: ഏലിയാവേ, നിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ നിന്നെ കൊണ്ടുവിടുന്ന വീട്, നിന്നെ അയക്കുന്ന വീട് വലിയ ബുദ്ധിമുട്ടിനകത്താണോ ആയിരിക്കുന്നത്? ആ ഭവനത്തിനകത്ത് ഒരു നന്മ വെളിപ്പെടുവോ? ആ ഭവനത്തിനകത്ത് ഒരു നന്മയുണ്ടോ? ഈ ഭവനത്തിനകത്ത് എന്തെങ്കിലും നന്മയുണ്ടോ എന്നൊക്കെ മാനുഷികമായി നമുക്ക് ചിന്തിക്കാം. പക്ഷേ പരിശുദ്ധാത്മ പറയാണ്, നിന്നെ പുലർത്തുവാൻ ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവം കൽപ്പിച്ചാൽ ഇല്ലാത്ത നന്മകൾ ഉണ്ടായി വരും. ആമേൻ. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടഞ്ഞ വഴികൾ തുറന്നു വരും.
പ്രതീക്ഷയില്ലാത്ത സാറാഫത്തിന്റെ വീട്ടിനകത്ത് നിന്ന് തന്നെ നിനക്കുള്ള നന്മ, ഏലിയാവെ നിനക്കുള്ള നന്മ വരും. ഇതാരോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രതീക്ഷയില്ലാത്ത ഭവനത്തിനകത്ത് നിന്ന് തന്നെ ദൈവികമായ നന്മകളെ ദൈവം നിന്റെ കാര്യത്തിൽ ദൈവം വെളിപ്പെടുത്തും. കാരണം നമ്മുടെ ദൈവം ബുദ്ധിമുട്ടുകളെ മാറ്റി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏലിയാവിനെ ആ വീട്ടിലേക്ക് അയക്കുമ്പോൾ ആ വീടിന്റെ അവസ്ഥ വലിയ ശോചനീയ അവസ്ഥയാ. പക്ഷെ ആ വീട്ടിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില ദൈവദാസന്മാരോട് ഞാൻ വിളിച്ചു പറയാം, നീ കടന്നു പോകുന്ന ഭവനങ്ങൾ ഒരുപക്ഷെ അത് ഞെരുക്കത്തിന്റെ ഭവനമായിരിക്കും, ഇല്ലായ്മയുടെ ഭവനമായിരിക്കും. പക്ഷെ ആ വീടിനകത്ത് ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ് ദൈവാത്മാവ് നിന്നെ അവിടെ അയക്കുന്നത്. ആ വീടിനകത്ത് ഞെരുക്കം മാറ്റുവാനും അവിടെ ഒരു വിശാലത വെളിപ്പെടുത്തുവാനുമാണ് ഞെരുക്കമുള്ള വീട്ടിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം, ഏലിയാവ് പറഞ്ഞ വചനപ്രകാരം കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയില്ല. അത് ദൈവത്തിന്റെ മഹത്വം ആ മഴക്കാലം മഴ പെയ്യുന്നോടം വരെ അവിടെ ഒരു ശൂന്യത ഉണ്ടായില്ല. ദൈവത്തിന്റെ മഹത്വം ആ വീട്ടിനകത്ത് മാത്രം. ദേശം മുഴുവൻ ക്ഷാമത്തിൽ നിൽക്കുക, ദേശത്ത് എവിടെ ഒരു വീട്ടിലും ഒരാഹാരവും ഇല്ലാതിരിക്കുമ്പോൾ ഈ വീട്, ദൈവം കൽപ്പിച്ച വീട്, ദൈവം പറഞ്ഞ വീട്, ആ വീട്ടിനകത്ത് മാത്രം ഒന്നിനും കുറവില്ല. ആ വീട്ടിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ വീട്ടിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റി അവന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് പകലും ഞാൻ ഇത് വിളിച്ചു പറയുമ്പോൾ നിന്റെ ശൂന്യതകളെ മാറ്റി നിന്റെ വീട്ടിനകത്ത് മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ദൈവാത്മാവ് ഇങ്ങനെ ദൂത് പറയുക, ചില ഭവനത്തിനകത്ത് ദൈവ മഹത്വം വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. നിന്റെ കളപ്പുര സമൃദ്ധീകരിക്കാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ആഹാരത്തിനകത്ത്, നിന്റെ വസ്ത്രത്തിനകത്ത്, നിന്റെ വാഹനത്തിനകത്ത്, എവിടെയാണോ ഇന്ന് പകൽ മഹത്വം വെളിപ്പെടേണ്ടത് അവിടെ ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ദേശം മുഴുവൻ ക്ഷാമമായിരിക്കുമ്പോൾ ഒരു വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത് ദൈവികമായ വർധനവ് ദൈവം തരാൻ പോവുക, ദൈവികമായ അനുഗ്രഹം തരാൻ പോവുക. സഹോദര, ഈ വചനം ഇന്ന് പകൽ നീ ഏറ്റെടുക്കുക. യഹോവ ദൈവം പറഞ്ഞ വചന നിമിത്തം, വചനം പ്രകാരം, വചനം ഇങ്ങനെ പറയുന്നത്, ഏലിയാവ് പറഞ്ഞ വചനപ്രകാരം ഹല്ലേലൂയ, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഏലിയാവ് പറഞ്ഞ വചനപ്രകാരം. ഞാൻ ഇന്ന് പകരം ദൂത് പറയാം, നിന്റെ കയ്യിൽ പൈസ കാണത്തില്ലായിരിക്കും, നിന്റെ കയ്യിൽ പ്രൗഢിയോ പ്രതാപമോ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ നിന്റെ കയ്യിൽ വചനമുണ്ടോ? വചനം ചിലത് ഉളവാക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സഹോദരിയോട് ചോദിച്ചേ, ആ സഹോദരി പറയും, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പിടി മാവല്ലാതെ എനിക്കൊരു അല്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സഹോദരിയോട് ഇങ്ങനെ ചോദിക്കാം, നിന്റെ കയ്യിൽ മറ്റെന്തോ ഉള്ളു? അവൾ പറയും, ഏലിയാവ് പറഞ്ഞു ഒരു വചനമുണ്ട്, ഏലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വചനത്തെ ഞാൻ പിടിച്ചിരിക്കുക. ആ വചനം ഹല്ലേലൂയ അത് ക്രിയേറ്റ് ചെയ്യും, അത് ചില അത്ഭുതങ്ങളെ കൊണ്ടുവരും. വചനം ചിലത് ഉളവാക്കും. ഈ വചനത്തിന്റെ പ്രത്യേകത, അത് വായിൽ നിന്ന് പുറപ്പെടുന്നത് വെറുതെ മടങ്ങി വരുന്ന വചനമല്ല, അത് അയച്ച കാര്യത്തെ സാധിപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽ വചനം നീ സ്വീകരിക്കുക. നിന്റെ കളപ്പുര സമൃദ്ധിയാകും, നിന്റെ ഭരണിയിൽ എണ്ണ വറ്റത്തില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുക, ഞെരുക്കത്തിന്റെ അവസ്ഥയ്ക്കകത്ത് ഒരു സമൃദ്ധി വെളിപ്പെടാൻ വേണ്ടി പോകുക. നിന്റെ ഞെരുക്കത്തിനകത്ത് ഒരു സമൃദ്ധി, ഒരു ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. മോശയോടുകൂടെ 20 ലക്ഷം പേര് പുറത്തു വന്നപ്പോൾ അവരുടെ ഞെരുക്കം മാറി എന്ന് മാത്രമല്ല, അവർക്കൊരു വിശാലത ഉണ്ടായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ പുറപ്പെടുവിക്കും, നിന്റെ സന്തതി മറ്റൊരു ജാതി സേവിക്കും. പക്ഷെ അവർക്കൊരു പുറപ്പാടുണ്ട്. 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 15-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതി
അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. മതി 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 മതി. ഇവിടെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, അവർ വളരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടി പുറപ്പെട്ടു പോരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെയാണ് കാക്കുന്നത്? അവർ സേവിക്കുന്ന ജാതിയെ ദൈവം വിധിക്കുക മാത്രമല്ല, അവർക്കൊരു പാടുണ്ട്. അവരുടെ പുറപ്പാട് സാധാ ഒരു പുറപ്പാടല്ല, അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ഈ ജനം സമ്പത്ത് അനുഭവിക്കണം, ഈ ജനം വിശാലത അനുഭവിക്കണം, ഈ ജനത്തിന്റെ ഞെരുക്കം മാറുക മാത്രമല്ല, ഇവർ അനുഗ്രഹിക്കപ്പെടണം, ഇവർ സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം കടന്നതുകൊണ്ട് ഹല്ലേലൂയ, വെറും കൈയോടുകൂടിയല്ല മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടത്. ഹല്ലേലൂയ. വെറും കൈയോടുകൂടിയല്ല അവർ പുറപ്പെട്ടത്. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നീ പോയി ചോദിക്കണം, ആ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഹല്ലേലൂയ പുറപ്പാടിന്റെ സമയത്ത് നീ അവരോട് ചോദിക്കുക, നിങ്ങൾ ചോദിക്കുന്നത് അവർ നൽകുമെന്ന് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇതുവരെ പിടിച്ചു വെച്ചിരുന്ന, ഇതുവരെ നന്മകളെ പിടിച്ചു വെച്ചിരിക്കുന്നവരോട് പോയി വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, വചനം ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, യഹോവ അവർക്ക് ഇസ്രായേൽ മക്കളോട് കൃപ തോന്നിക്കുമാറാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ തോന്നിക്കുമാറാക്കിയപ്പോൾ അവർ ചോദിച്ചതൊക്കെയും, വചനം അങ്ങനെയാണ് പറയുന്നത്, അവർ ചോദിച്ചതൊക്കെയും ഹല്ലേലൂയ അവർ അവർക്ക് നൽകി. എന്ന് പറഞ്ഞാൽ ഇനി പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, ഇനി നിന്റെ നന്മകളെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നീ ചോദിക്കുന്ന നന്മകൾ, നിനക്ക് വരേണ്ട നന്മകളെ ദൈവം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവുക. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ നന്മകൾ പച്ചപ്പുഴുവും പെട്ടിലും തുള്ളരും ഹല്ലേലൂയ തിന്ന് നശിപ്പിച്ച സന്വത്സരങ്ങൾ ഞാൻ മടക്കി തരുമെന്ന്. ഈ ജനത്തോട് ഞാൻ പറയാം, ഈ ജനം 400 വർഷം അവർ അപ്പനപ്പൂപ്പന്മാർ അനുഭവിച്ച ആ നിന്ദകളും പരിഹാസങ്ങളും അവർ അധ്വാനിച്ച ഫലങ്ങളെല്ലാം പിടിച്ചു വെച്ച നന്മകൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ കയ്യിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 400 വർഷം പിതാക്കന്മാരുടെ നന്മകളെ മുഴുവൻ അവഗണിച്ചു വെച്ചതിനെ ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ ദൈവം ഏൽപ്പിച്ച് ദൈവം അവർക്കൊരു പുറപ്പാട് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം വിശാലതകളുടെ ദൈവമാണ്, ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞെരുക്കങ്ങളെ മാറ്റുക മാത്രമല്ല, ഒരു വിശാലത ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഞാൻ പറയാം, ചില പിതാക്കന്മാരുടെ അവകാശങ്ങളെ ശത്രു തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങനെയുള്ള ചില മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുക. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുക, ചില ആധാര സംബന്ധമായ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് വേദനപ്പെടുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മ പറയുക, ചില രജിസ്ട്രേഷനുകൾ, ചില ആധാര സംബന്ധമായ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ചില വിടുതലുകൾ ദൈവം അയക്കാൻ പോവുക. ചില ലാൻഡുകളുമായി ബന്ധപ്പെട്ട് ചില ലാൻഡുകളുമായി ബന്ധപ്പെട്ട് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന ചില അവകാശങ്ങളെ ദൈവാത്മാവ് ഈ പകൽ റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, എനിക്കിങ്ങനെ ദൂത് വരുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയ ഒരു കിണർ, ഹല്ലേലൂയ, അപ്പന്റെ കാലത്ത് ഹല്ലേലൂയ എബ്രഹാം കുത്തിയ കിണർ മക്കൾ മഹാധനവാനാകുമെന്നാണ്, ഇവൻ മഹാസമ്പത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇസഹാക്കിനോടുള്ള വാഗ്ദത്തം. പക്ഷെ ആ വാഗ്ദത്തത്തിൽ അവൻ എത്താതിരിക്കുവാൻ പിശാച് അപ്പന്റെ കാലത്ത് തന്നെ അവന് വരേണ്ട നന്മ, അഥവാ ഇങ്ങനെ ഞാൻ പറയാം, അപ്പന്റെ കയ്യിൽ നിന്ന് ലഭിക്കേണ്ട അവകാശത്തെ അവൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്തുകൊണ്ടാ? ഈ തലമുറ കൈനീട്ടി നടക്കണം, ഈ തലമുറ നന്മയില്ലാതെ നടക്കണം. എന്നാൽ ഇവൻ ജനിച്ചപ്പോഴേ വലിയ പ്രഭുവായിട്ടാണ് ജനിച്ചത്, ജനിച്ചപ്പോഴേ വലിയ അവകാശിയായിട്ടാണ് ജനിച്ചത്. പക്ഷെ ഇത് അനുഭവിക്കരുതെന്ന് കണ്ട് പിശാച് തടയുന്ന മണ്ഡലങ്ങൾ,
ഉറാബാല ആത്മാവിന്റെ പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചേ. ഉറാബാല ശാന്തരകൾ ഇന്ന് പകൽക്കാലത്ത് പൊട്ടിമാറും. ചില വെല്ലുവിളികളെ ദൈവാത്മാവിനെ ആത്മാവിൽ കാണിക്കുക. ചില വെല്ലുവിളികൾ, ചില ഫെലിസ്റ്റിയസ് ശക്തികൾ പിതാക്കന്മാർ അവകാശങ്ങളെ അവകാശമാക്കാൻ വേണ്ടി നിന്റെ അവകാശത്തിന്മേൽ ഓ റാബാല ഹദീരകൾ കസിയ നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ഒന്ന് കരമടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നീതിമാന്റെ അവകാശത്തിൽ നീതിമാന്റെ അവകാശത്തിന് വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ ചെങ്കോലുകളെ ഈ പകൽ ആത്മാവ് വെട്ടിക്കളയുക. യേശു ചിലത് ഒടിച്ചു കളയുക. ഓ, ഞാനിത് പറയുമ്പോ ചില നന്മ നിന്റെ കയ്യിലേക്ക് വരികയാണോ? ഞാൻ കാണി പരിശുദ്ധമായ ചില ചെക്കുകൾ സൈൻ ചെയ്യുന്നത് ഞാൻ കാണുക. ചില ഡോക്യുമെന്റുകൾ നിന്റെ പേരിൽ എഴുതുന്നത് ഞാൻ കാണുകയാണ്. ഇത് പറയുമ്പോ ചിലത് നിന്റെ ലാൻഡുകൾ നിന്റെ പേരിൽ റിലീസ് ആകുന്നത് ദൂതന്മാർ ഇറങ്ങുന്നത് ഞാൻ കാണുകയാണ്. ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുകയാണ്. സർട്ടിഫിക്കറ്റുകൾ പേപ്പറുകളൊക്കെ സൈൻ ചെയ്ത നിന്റെ പേരിൽ എഴുതി ചേരുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അത് കാണുകയാണ്. വാടക വീട്ടിൽ കിടക്കേണ്ടവനല്ല നീ. വാടക വീട്ടിനകത്ത് കിടക്കേണ്ടവനല്ല നീ. നിനക്ക് ചില അവകാശങ്ങളുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധം പറയാ നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലുകൾ ഇരിക്കത്തില്ല. അവകാശം പറഞ്ഞ് കയറി വന്ന ചില ഫെലിസ്ത്യ ശക്തികളെ തകർക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ആത്മാവിൽ അത് വെളിപ്പെട്ടു വരികയാ. ഉടബല റകൽക്കമനകസ്യ അർത്ഥമനകതര രഹസ്യ ചില ഫെലിസ്ത്യ ശക്തികളെ ഉടബലവര റകൽക്കസ്യ മല്ലനെ പോലെ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോ 40 ദിവസം വെല്ലുവിളിച്ചവനെ തകർത്തുകൊണ്ട് 40 വർഷം ഭരിക്കുവാൻ ഒരു ദാവീദ് എഴുന്നേറ്റതുപോലെ ഞാൻ നിന്നെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ഉടവന റകൽക്കസ്യ 40 വർഷത്തെ വെല്ലുവിളി, 40 ദിവസത്തെ വെല്ലുവിളി, 40 വർഷത്തെ ഭരണമാക്കി മാറ്റിയ ദൈവത്തിന്റെ ആത്മീയ അഭിഷേകം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ കൈമാറുകയാ. ഇന്ന് പകൽ ഇത് സ്വീകരിച്ചോ. ഒരു അത്യന്ത ശക്തി ചില ഗോലിയാത്തിലെ ശക്തികളെ തകർക്കുന്ന, വെല്ലുവിളിക്കുന്ന ശക്തികളെ തകർക്കുന്ന ദൈവശക്തി വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം. അല്ല മണ്ണിട്ട് ഫെലിസ്ത്യൻ കിണർ മൂടി. പക്ഷെ കിണർ മൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഉറവ അടഞ്ഞു പോയിട്ടില്ല. അമേൻ, അമേൻ. നിലവിളിയുടെ മുമ്പിൽ മരുഭൂമിയിൽ ഹാഗാർ നിലവിളിച്ച് കരഞ്ഞപ്പോ സ്വർഗം ഒരു ഉറവ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അത് തലമുറയ്ക്ക് വേണ്ടി എനിക്കറിയത്തില്ല ആരോടൊക്കെയോ പരിശുദ്ധാത്മ കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ച് തുറന്ന ചില ഉറവകൾ അത് പൊങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പിതാക്കന്മാർ പ്രാർത്ഥിച്ച് തുറന്ന ചില ഉറവകൾ തലമുറ അനുഭവിക്കുവാൻ, തലമുറ നന്മ പ്രാപിക്കുവാൻ പിതാക്കന്മാർ പ്രാർത്ഥിച്ച് തുറന്ന ചില ഉറവകളെ ഈ പകൽ പരിശുദ്ധാത്മാവ് അത് വീണ്ടും തുറന്ന് അതിന്റെ മേളിൽ വീണ മണ്ണുകൾ മാറ്റി, അതിന്റെ മേളിൽ വീണ മണ്ണുകൾ മാറ്റി ആ ഉറവ വീണ്ടും സജീവമാകാൻ പോകുകയാ. ആ ഉറവ ആ രഹബൂത്ത് വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുക. രഹബൂത്ത് വെളിപ്പെടുക. ഇടമില്ലാത്തടത്ത് ചില രഹബൂത്തിന്റെ അനുഭവം വെളിപ്പെടുകയാണ്. ഒരു രഹബൂത്തിന്റെ അനുഭവം ഇല്ലെന്ന് പറഞ്ഞ് ദേശത്ത് ദൈവം ദേശത്ത് ഇടമുണ്ടാക്കിയതുപോലെ ചിലരോട് പരിശുദ്ധാത്മ പറയുക, നിന്നെ ദേശത്ത് നിർത്തി, നിന്നെ ഈ മണ്ണിൽ നിൽക്കുന്ന
ചില ശക്തികളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നെ ദേശത്ത് ഉറപ്പിക്കാൻ പോവുക. കുറ്റി അടിച്ചുറപ്പിക്കുന്നത് പോലെ നിന്നെ ദേശത്ത് ഓടിപ്പിക്കുമെന്ന് പറയുന്നിടത്ത് നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഞാൻ എടുത്ത ദൂതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. റമാന റംഷ റഗൽക്കസിയ. ശണ്ടയിടുന്ന അനുഭവമാണ്, ഒരുപാട് പീഡിപ്പിക്കുന്ന അനുഭവങ്ങളാണ്, വെറുതെ ദ്രോഹിക്കുന്ന അനുഭവം. നീ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിന്നെ ദ്രോഹിക്കുന്ന ചില അനുഭവങ്ങൾ, നിന്നോട് ശണ്ടയിടുന്ന ചില അനുഭവങ്ങൾ. നീ വഴക്കിന് പോകുന്നില്ല, പക്ഷെ നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുവാൻ, നിന്റെ അടുത്ത് കലഹമുണ്ടാക്കാൻ, നിന്നോട് കഠിനമായി ഉപദ്രവിക്കുവാൻ ദേശത്ത് എഴുന്നേൽക്കുമ്പോൾ സ്വർഗം പറയുക, നീ ഓടണ്ട, അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവുകയും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ദ്വേഷത്ത് നിന്നെ ഭൂമിക്ക് മീരിയെ നടത്തത്തില്ലെന്ന് വെല്ലുവിളിച്ചു നിന്ന ദേശത്ത്, നിന്നെ തകർക്കുക എന്ന് പറഞ്ഞ ദേശത്ത്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുക, നിനക്കൊരു വാഴ്ചയുണ്ട്, നിനക്കൊരു വാഴ്ചയുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഫെലിസ്ത്യ ശക്തിയെ, ഹല്ലേലൂയ, ഒറ്റയ്ക്കൊരു ഇടയ ചെറുക്കൻ കയറി ചെന്നപ്പോൾ, മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ കയറി ചെന്നപ്പോൾ, ഹല്ലേലൂയ, എല്ലാവരും പ്രതീക്ഷിച്ചത്, എല്ലാവരും ചിന്തിച്ചത്, ദാവീദ് അവന്റെ ജീവിതം തീർന്നു, അവൻ ഇവിടെ കൊണ്ട് അവസാനിച്ചു, അവന്റെ ഇനി മുൻപോട്ട് ഭാവി ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ സഹോദരങ്ങളുടെ നടുവിൽ, നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം ഫെലിസ്ത്യ ശക്തിയെ തകർത്ത് കളഞ്ഞ് ഹല്ലേലൂയ, ദൈവം ദാവീദിനെ അവിടെ രാജാവായി എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയാം, നിനക്കെതിരെ ഒരു ഗോലിയാത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, ദേശത്ത് ചില ഗോലിയാത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു വാഴ്ച ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, നിനക്ക് അവിടെ ഒരു വാഴ്ചയുണ്ട് കേട്ടോ. ദൈവപൈതലേ, നീ പിൻപോട്ട് പോകണ്ട. നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ല, പക്ഷെ ഒരു കല്ലായിരിക്കും, പക്ഷെ നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ദൈവം പകരും, നിന്റെ മേൽ ദൈവശക്തിയെ പകരും. ഹല്ലേലൂയ. 5 കല്ലും കൊണ്ട് വന്ന ദാവീദ് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞ് ദേശത്ത് ഭരണം നടത്തിയെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ കൂടെ ചലിക്കുന്ന അഭിഷേകത്തെ ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാൽ മതി. അവനിലുള്ളവനേക്കാൾ വലിയവൻ നിന്നോട് കൂടെയുണ്ട്. അതേ ദേശത്ത് ദൈവം നിന്റെ തല ഉയർത്താൻ പോവുക. അതേ നിന്ദിച്ച സ്ഥലത്ത്, അതേ നീ തലകുനിച്ച സ്ഥലത്ത് ദൈവം ഒരു മാന്യത വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ഷബാല റഗൽക്കമനഗസിയ ഉടമനഗദർ റംഷ റഗൽക്കസിയ ഉടബലപരഗനഗസിയ. ഞാൻ വേഗത്തിൽ പറയട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിശാലതയുടെ ദൈവമാണ്. എൻ്റെ ജനത്തിന്റെ ഞെരുക്കം കണ്ട് അവരെ വിടുവിപ്പാനും, അവരെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, വിശാലമായ ഒരു ദേശത്തേക്ക് കൊണ്ടെത്തിക്കുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞെരുക്കത്തെ കണ്ട് വിശാലതയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ മൂടിക്കളഞ്ഞ നന്മകളെ വീണ്ടും തുറന്ന് അതേ ദേശത്ത് ഇസഹാക്ക് എല്ലാവരും ക്ഷാമമാന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതിരുന്നപ്പോൾ, എല്ലാവരും ദേശം വിട്ടു പോകുമ്പോൾ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദര സഹോദരി, ആ ദേശത്ത് ദൈവം നിന്നോട് പറയുക, നീ വിതയ്ക്കാൻ തുടങ്ങിക്കൂ, നീ ആത്മാവിൽ വിതയ്ക്കാൻ തുടങ്ങിക്കൂ. എനിക്കറിയത്തില്ല, ഈ മീറ്റിംഗ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ചെന്നൈയിൽ നിന്നാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, ആ ദേശത്ത് വിതയ്ക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ പറയുക. ഹല്ലേലൂയ. ഒന്നും കാണുന്നില്ല, എല്ലാം ഡ്രൈനെസ് ആണ്. ഹല്ലേലൂയ. വിതയ്ക്കാൻ പറ്റിയ കാലാവസ്ഥയല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ദേവദാസനെ നിങ്ങൾ അവിടെ വിതയ്ക്കാൻ തുടങ്ങിക്കോ, അത് 100 മിനി കൊയ്യാൻ പോവുക. ഓ റിബാലവ ശാന്തരകസിയ. ഒരു സീസണെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുവാണ്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ഉടമനഗദര റംഷാരകൾ കസിയ. ആരും കാറ്റ് കാണത്തില്ല കേട്ടോ, മഴ കാണത്തില്ല കേട്ടോ, പക്ഷെ താഴ്വരെ നീ കുഴി വെട്ടിയാൽ നന്മ ഏതോ വഴിയായി നന്മ വരുവാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വെള്ളം വരും, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വലിയൊരു ചലനമുണ്ടാവും. ദേശത്ത് അസ്ഥികളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുമായി ദൈവം എഴുന്നേൽപ്പിക്കുവല്ല. പരിശുദ്ധാത്മാവ് ദൂതിക്കുക.
ഡ്രൈനസ് ആണ്, ഡ്രൈ ആയി കിടക്കുന്ന അനുഭവമാണ്. പലപ്പോഴും ചോദിക്കുന്നുണ്ട്, കർത്താവെ ഈ അസ്ഥി ജീവിക്കുമോ? ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവുമോ? ഇവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യണോ? പക്ഷെ പരിശുദ്ധാൽ പറയുക, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുക, ഹാലലി ഈ അസ്ഥി ഒരു സൈന്യമായി മാറുക. ഹാല വിശ്വാസത്താൽ ഹാല കുഴിവെട്ടാൻ തുടങ്ങിക്കോ, വിശ്വാസത്താൽ നീ പ്രവചിക്കാൻ തുടങ്ങിക്കോ, വിശ്വാസത്തെ ദേശത്ത് വിതയ്ക്കാൻ തുടങ്ങിക്കോ. അതൊരു സൈന്യമായി എഴുന്നേൽക്കുന്ന ദൈവപ്രവൃത്തിയുടെ ആരംഭമാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, റാലബ ശന്തരകൽക്കസിയ. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെയാണോ ശത്രു മൂടിക്കളയാൻ നോക്കുന്നത്, എവിടെയൊക്കെയാണോ ശത്രു ഡ്രൈനസ് കൊണ്ടുവരുന്നത്, അവിടെ ദൈവം ഒരു സമൃദ്ധി വെളിപ്പെടുത്തും. സാറാഫത്തിലെ വിധവയോട് ചോദിക്കാം, നിന്റെ ജീവിതത്തിനകത്ത് എന്താ ഉള്ളത്? ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാൽ പറയുക, ഇവിടെ ദൈവം വിശാലത വെളിപ്പെടുത്താൻ പോവുക. നിന്റെ കയ്യിലുള്ള അല്പമുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള ചെറുതുണ്ടല്ലോ, നീ ഈ ചെറുത് ഇതിനകത്ത് നീ വിശ്വസ്തനായിരിക്കുക, ഇതിനകത്ത് നീ വിശ്വസ്തനായിരിക്കുക. അതിനകത്ത് ദൈവം ഒരു വർധന വരുത്താൻ പോകുക. അല്പത്തിൽ വിശ്വസ്തനെങ്കിൽ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരിക്കലും ഒരു പാസ്റ്റർ ആകേണ്ട വ്യക്തിയല്ല. അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച് മദ്യലഹരിക്കകത്ത് മുറുകുടിയനായിട്ട് കൈവറയ്ക്കുന്ന നിലവാരത്തിൽ ജീവിതം തകർന്നു മനുഷ്യനാണ്. ഒരിക്കലും ഒരു അനുഭവങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ജീവിതത്തിലില്ലായിരുന്ന ജീവിതത്തിനകത്തേക്ക് കർത്താവിന്റെ സ്നേഹം ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് മദ്യപാനം എന്നെ വിട്ടുമാറാൻ തുടങ്ങി, ദുർസ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകെട്ടുകൾ എന്നെ വിട്ടുമാറാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എന്നെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിലേക്ക് ഇരിക്കുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ഒരിക്കലും ഒരു ദൈവദാസനാകുവാൻ, പാസ്റ്റർ ആകുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു നിയോഗം, ദൈവത്തിൻ്റെ ഒരു വിളി. ഇന്ന് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ കടുത്തുരുത്തി എന്ന് പറയുന്ന, കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന ദേശത്ത് ഞാൻ ശുശ്രൂഷയിൽ ആയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, നിനക്കൊരു പക്ഷെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, നിനക്ക് ഒരുപക്ഷെ പേടിയായിരിക്കും മറ്റുള്ളവർ മുമ്പിൽ നിൽക്കുവാൻ. പക്ഷെ നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. നിനക്ക് തന്നിരിക്കുന്നത് ആലയത്തിനകത്ത് ചെറിയൊരു ശുശ്രൂഷയായിരിക്കാം, ഒരു കസേര ഇടാനായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യമായിരിക്കാം. നീ അതിനകത്ത് വിശ്വസ്തനായിരിക്കുക. നിന്നെ അധികത്തിൽ ദൈവം വിചാരകനാക്കും. നോക്കിക്കേ, ആ സഹോദരികളിൽ അല്പമാവേ ഉള്ളൂ. സഹോദര, അല്പം മാവ്. ഈ മാവ് കൊണ്ട് എന്താകാനാ? ഈ മാവ് കൊണ്ട് എന്തെത്താനാ? ഒന്നും എത്തത്തില്ല, ഒന്നും ആകത്തില്ല. ഇത് ഞങ്ങളുടെ വിശപ്പ് പോലും മാറ്റാൻ പറ്റത്തില്ല. അപ്പോഴാണോ ഏലിയാവിന്റെ വിശപ്പ് മാറ്റാൻ? ഇതുകൊണ്ടൊന്നും വിശപ്പ് മാറത്തില്ല. സഹോദരി, നിന്റെ കയ്യിലുള്ള അല്പം ഉണ്ടല്ലോ, അത് നീ വിശ്വസ്തനായിരിക്കും. ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്, നീ അതുകൊണ്ട് ഒരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടെത്താ. അല്ലെ, നമ്മളൊരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കും, ക്രൂരനായ ഒരു പ്രവാചകനല്ലേ? അല്ലെ, ഇങ്ങനെ പ്രവാചകൻ ഒരിക്കലും ഉള്ളതും കൂടി തട്ടിപ്പറിച്ചെടുക്കുന്ന പ്രവാചകനാണോ? അല്ലെ, പിടിച്ചു പഠിച്ചെടുക്കുന്ന പ്രവാചകനാണോ? ഞാൻ പറയാം, ഒരിക്കലുമല്ല. നിന്റെ വീട്ടിനകത്തെ ശൂന്യത മാറാൻ, നിന്റെ വീട്ടിനകത്തെ ഇല്ലായ്മ മാറണമെങ്കിൽ ആദ്യമേ നിന്റെ മനോഭാവം മാറണം, നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന ഞെരുക്കം മാറണം, നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന ഇടുക്കം മാറണം. അത് മാറാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇന്നലെ പോലെ അവര് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ആ സഹോദരി ചിന്തിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കയ്യിൽ അല്പം മാവേ ഉള്ളൂ, ഇപ്പൊ തീരും, ഇപ്പൊ അവസാനിക്കും. ഇതാണ് അവളുടെ ചിന്ത. പക്ഷെ ഏലിയ പറഞ്ഞു, ഇല്ല, നിന്റെ മനസ്സൊന്ന് മാറട്ടെ. നിനക്ക് കൊടുക്കാൻ ഒന്നുമില്ലെന്നല്ലേ നീ പറയുന്നത്, പക്ഷെ നിനക്ക് കൊടുക്കാൻ ചിലതുണ്ട്. നീ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയാം, വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാ കേട്ടോ. ഇന്ന് പകൽ നിനക്ക് കൊടുക്കാൻ ചിലതുണ്ടെങ്കിൽ സ്വർഗം നിനക്ക് തരാൻ വേണ്ടി തുടങ്ങും. നീ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് തരാൻ തുടങ്ങും. ഹല്ലേലൂയ. മറ്റു സഹോദരി ഒരിക്കലും കൊടുക്കുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞിനുള്ള അപ്പമാണ്, ഇത് ഞാൻ തരത്തില്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഈ സഹോദരിയുടെ മനസ്സ് മാറി. അവൾ എന്ത് ചെയ്തു? അത് കൊണ്ടുവന്ന് ദൈവദാസന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അല്പമേ ഉള്ളൂ, അതുകൊണ്ട് ദൈവദാസന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അതങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവവചനത്തിനകത്ത് വീഴുന്ന ആ വചനം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, മഴ പെയ്യുന്നോടെ നാൾ വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല, അതിനകത്തൊരു വർധനമുണ്ടായി. ഇന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ, ഞാൻ പറയാം, അത് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഹല്ലേലൂയ, നിന്റെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് 100 മടങ്ങ് പ്രതിഫലമുള്ള ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിക്കകത്താ ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറയുന്നിടത്തായിരിക്കാം, പക്ഷെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് 100 മടങ്ങ് പ്രതിഫലം. ഇന്ന് ഈ ഭൂമിയിൽ മറ്റു ഒരു വേലയ്ക്കും മറ്റൊരു ജോലിക്കും ഇങ്ങനെ പ്രതിഫലം തരാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് 100 മടങ്ങ് പ്രതിഫലം. ഈ ഭൂമിയിലത്തെ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ സഹോദരിയുടെ
ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിനകത്ത് ഒരു വർധനവുണ്ടായി. ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ പറയാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ, നിന്റെ ഉള്ള അവസ്ഥ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. 5 അപ്പവും 2 മീനേ ഉള്ളു കയ്യിൽ, അതുകൊണ്ടൊന്നും ആകത്തില്ല. പക്ഷേ ആ ബാലകൻ എന്ത് ചെയ്തു? അത് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുക, ഒരു അനുഗ്രഹത്തിലേക്ക് നിന്നെ കയറ്റാൻ പോവുക. അടുത്തൊരു സീസൺ നിന്റെ മേൽ തുറക്കാൻ പോവുക. അതിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ നീ കൊടുക്കുന്ന ചില ബ്ലെസ്സിങ്സ്, നീ കൊടുക്കുന്ന ചില നന്മകൾ, നീ കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങൾ. ഇതെല്ലാം നിന്റെ മേൽ തുറക്കുന്ന അടുത്തൊരു സീസണായിരിക്കും. അടുത്തൊരു നിലവാരത്തിലേക്ക് നീ കയറാൻ പോവുക. നിന്റെ വീട് ചേഞ്ച് ആകാൻ പോവുക. നിന്റെ വീടിനകത്ത് ഇന്നലെ വരെ ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, ദാരിദ്ര്യം പിടിച്ച വീട്, ഇല്ലായ്മയുടെ വീട്, ശൂന്യതയുടെ വീട്. ഇതാണ് നിന്റെ വീടിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വീട്. പക്ഷെ അവൾ ആ കൊടുത്ത നിമിത്തം അവളുടെ വീടിന്റെ പേര് മാറി സമൃദ്ധിയുടെ ഭവനം, അനുഗ്രഹത്തിന്റെ ഭവനം, അപ്പത്തിന്റെ ഭവനം, അവളുടെ വീടിന്റെ ലെറ്റസ് ദൈവം മാറ്റി. അങ്ങനെയെങ്കിൽ ഇന്ന് പറഞ്ഞ ഞാൻ പറയാ, ഹല്ലേലൂയ, എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും കടക്കാരനല്ല. ദൈവനാമത്തിന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി നീ ഓടുന്നുണ്ടോ, അതൊന്നും വെറുതെ ആകത്തില്ല. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവിന്റെ ദാസം വിളിച്ചപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം പ്രതിഫലം തരുന്ന ദൈവമാണ്. അത് ദൈവനാമത്തിന് വേണ്ടി ഒരു സ്വന്തം പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ പറയുന്നുണ്ടെങ്കിൽ, അതെല്ലാം പ്രതിഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചില സമയങ്ങൾക്ക് ദേവന്മാർ, ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പറയാം, ചില സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ചില വ്യക്തികളോട് ദൈവദാസന്മാർ പറയും, ദശാംശം കൊണ്ടുവരാൻ പറയും, നിർബന്ധിച്ചാലും പറയും, നീ അത് കൊണ്ടുവരണമെന്ന് പറയും. എന്തിനാന്ന് ചോദിച്ചാൽ ആ സാമ്പത്തിക നന്മ കൊടുക്കുമ്പോഴായിരിക്കും അവന്റെ മേൽ സാമ്പത്തിക വിടുതൽ നടക്കുന്നത്. സാമ്പത്തിക നന്മ കൊടുക്കുമ്പോഴായിരിക്കും സാമ്പത്തിക വഴികൾ തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ സാമ്പത്തികമായി കൊടുക്കണം, സാമ്പത്തികമായി നീ വിതയ്ക്കണം. ആത്മീയമായി വിതയ്ക്കണമെങ്കിൽ, ആത്മീയമായി ണെങ്കിൽ ആത്മീയമായി വിതയ്ക്കണം. ഹല്ലേലൂയ. സാമ്പത്തികമായി നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സാമ്പത്തികമായി നീ കൊടുക്കണം. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഇടുമ്പോൾ എനിക്കറിയാം, ഇന്ന് പകൽ നിന്റെ വീടിന്റെ സ്ഥിതി മാറിയിരിക്കും, നിന്റെ അനുഭവം മാറും. കാരണം ഇവളുടെ മനോഭാവമാണ് ആദ്യമേ മാറിയത്, ഇവളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഞെരുക്കം മാറി. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, 8-ാം അധ്യായം 9-ാം വാക്യം ഞാൻ എടുക്കണ്ട, ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയാം. ഹല്ലേലൂയ, എൻ്റെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം, അല്ല, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അത് യേശു ക്രിസ്തു സമ്പന്നനായി ഈ ഭൂമിയിൽ നടന്നത്. നമ്മൾ പ്രസംഗിച്ച യേശുവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, സമ്പന്നൻ അല്ലാത്ത രീതിയിലാക്കുക. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുക, അവൻ സമ്പന്നനായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന്റെ കാൽക്കൽ കൊണ്ട് ഈ സ്വർണ്ണമാണ് കൊണ്ടുവച്ചത്. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവന്റെ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും ചീട്ടിട്ടെടുക്കത്തക്കവണ്ണം അവന്റെ ജീവിതത്തിൽ അവന്റെ വസ്ത്രങ്ങൾ അത്രമാത്രം വേറെ വസ്ത്രങ്ങളാണ് യേശു ധരിക്കുന്നത്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവനായിരുന്നു. അവൻ സമ്പന്നനായ ജനിച്ചത്. പക്ഷെ ഞാനും നിങ്ങളും സമ്പന്നനാകുവാൻ വേണ്ടി എൻ്റെ യേശു ദരിദ്രനായത്, അവൻ കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ 3 ആണിമേൽ അവൻ കിടന്നത്, നഗ്നനായ കിടന്നത്, അവൻ വിശന്നാ കിടന്നത്, അവൻ ദാഹിച്ചാ കിടന്നത്. എന്തിനാണെന്നറിയോ? ഞാൻ സമ്പന്നനാകാൻ, നിങ്ങൾ സമ്പന്നനാകുവാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുവാൻ, നിന്റെ ഇല്ലായ്മ മാറുവാൻ യേശു വില കൊടുത്തു കഴിഞ്ഞു. ആമേൻ. അത് നിന്നെ നീതീകരിക്കാൻ യേശു പറയായെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ സമ്പന്നനാക്കുവാൻ യേശു ദരിദ്രനായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ പോകുക, എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടി പോകുക. അടുത്തൊരു സീസൺ ഞാൻ പറയാം നിന്റെ മേൽ തുറക്കാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ വരെ ഏലിയാവിന്റെ ജീവിതത്തിൽ കെരീത്ത് തോട്ടിലിരിക്കുമ്പോൾ ഒരു കാക്കയുടെ വരവായിരുന്നു അവന്റെ പ്രതീക്ഷ. കാക്കയുടെ വരവ് നോക്കിയാണ് ഏലിയാവ് വരുന്നത്. അടുത്ത സീസണകത്ത് ഹല്ലേലൂയ സാറാഫത്തിന്റെ വീട്ടിനകത്ത് വിധവയുടെ പാത്രത്തിനകത്ത് ഏലിയാവിന്റെ കണ്ണ്. വിധവയുടെ പാത്രം ഭരണിയിലേക്കാണ് കണ്ട്. പക്ഷെ ഈ സീസൺ, അടുത്തൊരു സീസൺ ദൈവം വെളിപ്പെടുത്താൻ
പോകും. എന്താ പ്രത്യേകത അറിയോ? ദേശത്ത് ദൈവം മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. അല്ല, മഴ പെയ്യിപ്പിക്കുന്നതിന്റെ പ്രത്യേകത, മഴ പെയ്യിക്കുന്ന സമയമാവുമ്പോൾ അതിലെ കലത്തിലെ മാവ് കുറയും, ഭരണിയിലെ എണ്ണ വറ്റും. ഇന്ന് പകരം ഞാൻ ഇങ്ങനെ പറയാം, ഏതെങ്കിലും ജീവിതത്തിനകത്ത് കുറവുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇല്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അടുത്തൊരു സീസൺ നിന്റെ മേൽ തുറക്കാൻ പോവുകയാണ്. അടുത്തൊരു സീസൺ തുറക്കാൻ പോവുക. ഇനി നീ കാക്കയുടെ വരവ് നോക്കണ്ട, നീ ഭരണിയിലെ എണ്ണയെ നോക്കണ്ട, നിനക്ക് വേണ്ടി ദേശത്തിന്റെ നമ്മൾ ഇടാൻ പോവുക. നിനക്ക് വേണ്ടി ദേശത്തെ ഞാൻ വിളിച്ചു പറയാം, ചെന്നൈ ദേശത്തിന്റെ ഈ സൂം മീറ്റിംഗിൽ കയറിയിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന ഓരോ ദേശത്തിന്റെ നന്മകളും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഇന്നലെ വരെ വീട്ടിനകത്ത് 4 മൂലയിലുള്ള നന്മയെ നിനക്ക് വന്നുകൊണ്ടിരുന്നത്. ഏലിയാവേ, ഞാൻ ദേശത്ത് മഴ പെയ്യിപ്പിക്കാൻ പോവാ. ഇന്ന് പകൽക്കാലം ഈ മഴയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മഴ പെയ്താൽ ദേശത്ത് ഹല്ലേലൂയ ചിലത് മുളച്ചു വരും. ഹല്ലേലൂയ ചിലത് മുളച്ചു വരും, ചിലത് മുളച്ചു വരും. നീ നിൽക്കുന്നിടത്ത് നന്മ മുളയ്ക്കും. നീ തപ്പി പോകണ്ട, കാക്കയെ അന്വേഷിച്ച് പോകണ്ട, നീ വിധവയെ അന്വേഷിച്ച് പോകണ്ട. നീ നിൽക്കുന്നിടത്ത് നന്മ വെളിപ്പാൻ പോവുക. വലിയ മഴയുടെ മുഴക്കം ഞാൻ ആത്മാവിൽ കാണുകയാ. നീ നിൽക്കുന്നിടത്ത് നന്മ വരാൻ പോവുകയാ. റബാല റംഥാല മനഗദര റംഷിയ ഓർമാന റമശാംധര രഗൽഖസിയ ഉറബ ശാംധര. അല്പനേരം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ആത്മീയമായിട്ടൊരു പകർച്ച നിങ്ങളുടെ മേൽ വീഴുന്നത് ഞാൻ ആത്മാവിൽ കാണുക. നീ നിൽക്കുന്നിടത്ത് നന്മ വെളിപ്പെട്ട് വരിക. നീ നിൽക്കുന്നിടത്ത് നന്മ വെളിപ്പെട്ട് വരിക. റമാന റമൽ സമനഗ സന്ധര രഗൽഖസിയ റിബലവ ശാംധര രഗൽഖസിയ. പത്രോസിന്റെ പോലെ അവൻ നിൽക്കുന്നിടത്ത് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടതുപോലെ നിൽക്കുന്നിടത്ത് നമ്മ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നീ നിൽക്കുന്ന ദേശത്തിന്റെ നന്മ നിന്റെ അടുത്ത് വരാൻ പോവുകയാണ്. നീ നിൽക്കുന്ന ദേശത്തിന്റെ നന്മ നിന്റെ അടുത്ത് വരാൻ പോവുക. യെരമ്യാ പ്രവചന പുസ്തകം ഇങ്ങനെ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ആ ദേശത്തിന്, ആ പട്ടണത്തിന് ഒരു നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും. ഹല്ലേലൂയ. ദേശത്ത് നന്മയുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ നന്മ നിന്റെ വീട്ടിൽ വരും. നീ നിൽക്കുന്നിടത്ത് നന്മ വരും. വിശ്വാസമുണ്ടോ? അഭിഷേകം പ്രാപിച്ച ദൈവവൈരെ നീ നിൽക്കുന്നിടത്ത് ദേശത്ത് നന്മ വരും. നീ ജോലി അന്വേഷിച്ച് പോകണ്ട. നീ വീട്ടിനകത്ത് നിനക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇന്ന് പകൽ റിലീസ് ആവുകയാണ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഞാൻ പറയാം, ചില ജോലിക്കുള്ള വഴികൾ തുറക്കുകയാണ്. നീ നിൽക്കുന്നിടത്ത് നന്മ വരും. നീ വിശ്വസിച്ചോ? യേശു നിൽക്കുന്നിടത്ത് യേശുവിന്റെ കരമടയ്ക്കാനുള്ള നന്മ വന്നെങ്കിൽ, ഹല്ലേലൂയ, യേശു നിൽക്കുന്നിടത്ത് യേശുവിനുള്ള നന്മ വന്നെങ്കിൽ, അത് ഏലിയാവ് നിന്നിടത്ത് അത് വലിയ മഴ പെയ്തെങ്കിൽ, അത് നിൽക്കുന്ന പെരുത്ത മീൻകൂട്ടമാകപ്പെട്ടെങ്കിൽ, നന്മപ്പെട്ടെങ്കിൽ, ഈ സീസണകത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദേശങ്ങളുടെ നന്മ റിബാല ഒരു ദേശത്ത് മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. നിന്റെ ദേശത്ത് ചിലത് മുളയ്ക്കാൻ പോവുകയാ. നീ നിൽക്കുന്നിടത്ത് ചിലത് മുളച്ചു വരാൻ പോവുകയാ. ഇപ്പോൾ തന്നെ ആരാബ ശംഭാല റഗൽക്കനക സംധര രഗൽക്കസിയ. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളർത്തു പൂത്ത് ബദാം ഫലം കഴിച്ചത് എന്ന് നിൽക്കുന്നിടത്ത് നന്മ വരാൻ വേണ്ടി പോകുന്നു. നിൽക്കുന്നിടത്ത് നന്മ മുളച്ചു. ഇത് വിശ്വസിച്ചോ സഹോദര? നീ വിശ്വസിച്ചോ? ഇന്ന് നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്കുള്ള ചില വഴികൾ തുറന്നു വരികയാ. നിനക്കുള്ള ചില വഴികൾ തുറന്നു വരികയാ, ചില വാതിലുകൾ തുറന്നു വരികയാ. കാരണം ഇന്ന് പകൽ ദേശത്തിന്റെ നന്മ സ്വർഗം തുറക്കുകയാ. വലിയ മഴയുടെ മുഴക്കം ആത്മാവിൽ ഞാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ പ്രതീക്ഷിച്ച സ്ഥലത്തിൽ നിന്നല്ല, ഇത് പുതിയൊരു സീസണാണ്. ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഉടബലവ ശംധരകൽക്കസിയ. സ്വർഗസ്ഥ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കും. എന്നെ കാണി വലിയ സമൃദ്ധി ദൈവനെ കാണിക്കുന്നു. നീ നിൽക്കുന്നിടത്തേക്ക് നന്മ. ഹല്ലേലൂയ. ദേശത്തെ നന്മ. ഹല്ലേലൂയ. റാമാന ഹന്താല റഗൽക്കസിയ ഉടബലവറ റഗൽക്കസിയ ഡാമ റംതി മനാദ റഗൽക്കസിയ. ദേശത്തിന്റെ നന്മ. യെസ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലെ നിന്റെ അടുത്ത് വരും. അല്ലെങ്കിൽ അതൊരു പക്ഷേ അല്ലെങ്കിൽ നിനക്ക് ഭക്ഷിക്കാനുള്ള ആഹാരമായിട്ട് വരും. അല്ലെങ്കിൽ അതൊരു പക്ഷേ നിനക്കൊരു ജോലിയായിട്ട് വരും. അതൊരു പക്ഷെ നിനക്ക് ലാൻഡായിട്ട് വരും. അത് നിനക്ക് ദേശത്തിന്റെ നന്മ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി പോകുക. അത് ആത്മാക്കളായിട്ട് വരും. അത് സഭയുടെ വളർച്ചയായിട്ട് വരും. അത് ഉപയായിട്ട് നന്മയായിട്ട് വെളിപ്പെടും. അത് കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിനക്കുള്ള വഴി തുറന്നു വരും. ഹല്ലേലൂയ. ദേശത്തിന്റെ നന്മ അത് വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇന്ന് പകൽ കേൾപ്പിച്ച വചനത്തെ ദൈവം കർത്താവേ ഇവരുടെ മേൽ കർത്താവേ, ഇന്ന് കേട്ട ഓരോ വ്യക്തികളുടെ മേൽ കർത്താവേ, അത് കർത്താവേ 100 മേനിയായി കർത്താവേ അത് വർദ്ധിച്ചു വരുന്നതിനായി സ്തോത്രം കർത്താവേ. വലിയ ആത്മീയ അനുഗ്രഹത്തെ, ഭൗതിക നന്മകളെ സ്വർഗം തുറന്ന് അടുത്തൊരു സീസൺ ഈ
ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം തുറന്നതിനായി സ്തോത്രം. ദേശത്തിന്റെ നന്മ, ഇന്നലകളിൽ തുറക്കാതിരുന്ന, കെരീത്തിൽ കാണാതിരുന്ന, സാറാഫത്തിൽ കാണാതിരുന്ന ഹാലിയ ദേശത്തിന്റെ നന്മ ഇവരുടെ ജീവിതത്തിൽ തുറന്നതിനായി സ്തോത്രം. ദേശത്തിന്റെ നന്മ കർത്താവേ ഓരോ മക്കളുടെ മേൽ സ്വർഗം തുറന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ.